ഹലോ ഗായ്സ്, നമസ്കാരം എല്ലാവർക്കും. അപ്പം എന്താ പറയുക, ഞാനിങ്ങനെ ബ്രേക്ക് കഴിഞ്ഞു തിരിച്ച് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുക കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, കഴിഞ്ഞ വീഡിയോ കാണിച്ചിരുന്നു ഞാൻ ബ്രേക്ക് എടുത്ത് നാട്ടിൽ പോകുന്ന വീഡിയോ. പിന്നെ നമ്മൾ മുസാണ്ടൊക്കെ പോയി കറങ്ങി അടിച്ചിട്ടൊക്കെ വന്നു. 10 ദിവസത്തെ ബ്രേക്ക് എടുത്തു. പക്ഷേ നിങ്ങൾക്കത് ഫീൽ ആവില്ല, കാരണം എല്ലാ 2 ദിവസം കൂടുമ്പോൾ വീഡിയോ വരുന്നുണ്ട്. മുന്നേ ഡെയിലി വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസം ബ്രേക്ക് എടുത്ത വേ മനസ്സിലും. പക്ഷേ ഇപ്പോൾ 2 ദിവസം വീഡിയോ ആണ്. അപ്പം ഒരു 10 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത വീഡിയോ 20 ദിവസം വരെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. 10 ഡേയ്സിന് ശേഷം നമ്മുടെ വണ്ടി പിന്നെയും നമ്മുടെ മുന്നിൽ. ഈ കവറിൽ കിടക്കുന്ന മുഴുവൻ ഞാൻ തെമ്മൂല് വാങ്ങിയ അക്സറീസ് ആണ്. പിന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു കേട്ടോ. അത് ഞാൻ കവറെടുത്ത് മാറ്റിയിട്ട് എൻ്റെ മുത്തിനൊന്ന് കാണ്ട്. പിന്നെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ നല്ല മഴയായിരുന്നു. മഴ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോയത്. പക്ഷേ ഞാൻ പോയി തിരിച്ച് വരുന്നവരെ മഴയില്ല. ഞാൻ പോയ അന്ന് മഴ നിന്നാന്ന് ഇവർ പറഞ്ഞത്. തിരിച്ച് അർമേനിയ കാലുത്തിയപ്പോൾ പിന്നെയും മഴ പെയ്യാൻ തുടങ്ങി. അതൊരു വല്ലാത്ത രസം കേട്ടോ. അപ്പോൾ സ്റ്റീവ് നമ്മൾ ടയർ എടുത്ത് വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ വണ്ടിയുടെ മാറ്റാൻ വേണ്ടി കൊണ്ടുവന്ന ടയറാണ്. ടയറുകൾ ഇനിയുണ്ട്. തൽക്കാലത്തേക്ക് പ്ലാസ്റ്റിക് ഇവിടെ കിടക്കട്ടെ. വേറെ പണി കിട്ടിയിട്ടുണ്ട്. ക്ലച്ചില്ല. ടെടേങ് കണ്ടോ നിങ്ങൾ? ക്ലച്ച് പിടിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്ലച്ചിൻ്റെ ഓയിൽ എവിടെയോ ലീക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വരുമ്പം ഓയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ വാങ്ങിയ ടയർ കേട്ടോ. ഈ കവറിൽ കിടക്കുന്ന മുഴുവനും വണ്ടിയുടെ സാധനങ്ങളാണ്. ഇത് ഷിങ്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ടയറാണ്. ഭയങ്കര ചീപ്പാണ്. 2 ടയറും കൂടി നാട്ടിലത്തൊരു 10-15,000 രൂപ ആയിട്ടുള്ളൂ. ചീപ്പാണ്. പക്ഷെ അത് വിഷയമല്ല, കാരണം ഇതിപ്പം ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെയൊക്കെ ഒന്ന് ടെസ്റ്റിംഗ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് നല്ല വാങ്ങാം. ഈ റഷ്യയിലും കയറുമ്പോൾ നമുക്ക് ഈ ടയറാണ് നല്ലത്. പിന്നെ അറിയാലോ, നമ്മളെപ്പോഴും നമ്മുടെ വണ്ടിയിൽ ഇങ്ങനത്തെ ഒരു മുതൽ വെക്കാറുണ്ട്. ടഡേ. അപ്പോൾ രണ്ടാമത് ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കിടക്കട്ടെ, എൻ്റെ മുത്തിന് എൻ്റെ വക ഒരു സംഭവം. പണ്ട് മുതലേ ഞാൻ എപ്പോഴും എൻ്റെ വണ്ടി ഉപയോഗിക്കുമ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്കത് ഉപയോഗിക്കാൻ പറ്റിയില്ല. ടഡേ. അപ്പോൾ നമുക്കിനി തുറക്കണമെന്ന് വെച്ചാൽ നമുക്ക് ടൂൾ ബോക്സ് എടുത്തിട്ട് നമുക്ക് ഈ സാധനം ഓപ്പൺ ആക്കണം. ഓപ്പൺ ആക്കിയതിൽ ഓയിൽ ഫില്ല് ചെയ്യണം. ഓയിൽ ഓൾറെഡി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് പേടിക്കാനില്ല. ടൂൾ ബോക്സിൽ സ്റ്റാറിൻ്റെ ബിറ്റ് എടുക്കണം. ഇത് അന്ന് നമ്മൾ ഇറാനിൽ വെച്ചിട്ട് അയച്ചതാണ്. അതിനുശേഷം പിന്നെ അയച്ചിട്ടില്ല. ഇത് ഞാൻ ഇപ്രാവശ്യം കൊണ്ടുവന്നതാണ്. ഇത് തെമൂന്ന് വാങ്ങിയതാണ്. ഇതിന് 90 ദിർഹംസാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ലോക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പഴയതിൻ്റെയാണ്. അപ്പോൾ ഇതിനുള്ളിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ താക്കോലും കൂടുണ്ട്. താക്കോൽ ഇതിനുള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് തിരിക്കാൻ പറ്റും, ലോക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ കട്ട് കൊണ്ടുപോകാനുള്ള ചാൻസും കുറവാട്ടോ. ഇതിട്ട് പ്രസ് കൊടുത്താൽ മതി, കലാസ്. ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. മുമ്പത്തത് ഞാൻ ആദ്യം പേര് അടിച്ചുമാറ്റി കൊണ്ടുപോയതാണ്. പക്ഷേ അടിച്ചുമാറ്റി കൊണ്ടുപോയതല്ല, മുമ്പത്തത് ആക്ച്വലി വീണ് പോയത് കേട്ടോ. അപ്പം ഇത് നമ്മുടെ ബ്രേക്കിൻ്റെ സാധനമാണ്. കഴിഞ്ഞ ഒരു കാര്യം കാണിച്ചപ്പോൾ ഇവിടെ ബ്രേക്കിൻ്റെ ഈ ഒരു സാധനത്തിൽ ഇവിടെ ലീക്ക് ഉണ്ട്. ഈ ഒരു ഭാഗത്ത് ഇവിടെ ലീക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ ലീക്ക് വന്നുകൊണ്ട് ഈ സാധനം മൊത്തം മാറ്റണം എന്ന് പറഞ്ഞു. അപ്പം ദുബായിലെ ഹോണ്ട ഷോറൂമാരെന്ന് ഇതെന്ന് വെച്ചാൽ വേറെ വണ്ടീൻ്റെ പാർട്സ്, ഇത് വേറെ വണ്ടീനാണ്. ഇതിനുള്ളിൽ ഈ ഉള്ളിൽ കണ്ടെങ്കിൽ ഇതൊക്കെ ബ്രാൻഡ് ന്യൂ അവർ ഇട്ടത്. ഇതിൻ്റെ ഉള്ളിലത്തെ ഫുള്ള് സെറ്റിങ്സ് പുതിയ ഇട്ടതിൻ്റെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. മാസ്റ്റർ സിലിണ്ടർ മാറ്റാൻ വലിയ പൈസ. ഇതാണ് മാറ്റിയതുണ്ടോ, ഇതാണ് പഴയതിൻ്റെ. ഇതൊക്കെ ഞാൻ എടുത്തുകൊണ്ടതാണ്. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ വണ്ടിയെല്ലാം മൊഞ്ചാക്കിയിട്ടുണ്ട്, പക്ഷേങ്കിൽ വണ്ടി റൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ക്ലച്ചിൽ ഓയിൽ മൊത്തം തീർന്നിട്ടില്ല. അത് തുറക്കാനാണെങ്കിൽ സ്ക്രൂ സ്കിഡായിട്ടുള്ളത്. ഇതും ഞാൻ തെമൂന്ന് വാങ്ങിയതാണ്. ഇത് ചാർജറിൻ്റെ സ്പോട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ അറ്റത്തുണ്ടോ, ഇതിൻ്റെ അറ്റത്ത് ഇവിടെ സിയു ഉണ്ട്, അതുപോലെ തന്നെ ഐഫോൺ ഉണ്ട്. ഇതൊക്കെ ആകെ 8 ദിർഹംസ് 10 ദിർഹംസ്. ഇതിനുള്ളിൽ നോക്കി നിങ്ങൾ, ഇതിനുള്ളിൽ പണ്ട് മംഗലപ്പുറയിലാണ് മൊത്തത്തിൽ വയറും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാകുമ്പോൾ പുറത്തേക്ക് തള്ളി വയ്ക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് ഊരിക്കഴിഞ്ഞാൽ എന്താവും, ഈ മംഗലപ്പുറം ഒഴിവാകും. ഇത് മൊത്തം മംഗലപ്പുറം ഒഴിവായിട്ട് ഈ ഒരു വയർ അതിനോട് നിൽക്കും. പിന്നെ ഇതാകുമ്പോൾ ഫുള്ളായിട്ട് ഉള്ളിൽ കയറിക്കോളും അല്ലേ. ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കയറും, പുറത്ത് തള്ളി വെക്കും. അപ്പോൾ നമുക്ക് മൊബൈലോ ബാക്കി സാധനങ്ങളുണ്ടോ ഇതിനുള്ളിലേക്ക് കറക്റ്റ് ഫിറ്റായി, ഇതിനുള്ളിലേക്ക് ഫിറ്റായി കണ്ടോ, ഇതിനുള്ളിലേക്ക് കറക്റ്റ് ഫിറ്റായി. അപ്പോൾ നമുക്ക് ഇത്രയും സ്പേസ് ആയി. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തള്ളി നിന്നേനെ പഴയത്. പിന്നെ കറുത്ത വയറായതുകൊണ്ട് വൃത്തിയോടില്ല, വലിച്ചിട്ടാൽ മതി, ചുറ്റിയും കൊടുത്തു കഴിഞ്ഞാൽ സംഭവം തീർന്നു. അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ഇതൊക്കെ നമുക്ക് ഭയങ്കര ഹെൽപ്പാകും കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയത് എന്താ, ഇതൊക്കെ ഇലക്ട്രിക്കൽ സാധനങ്ങളാണ്. പിന്നെ ഗ്ലൗ വാങ്ങിയിട്ടുണ്ട്, ഒരു പെയർ ഗ്ലൗ. ഒരു ഗ്ലൗ ഞാൻ മോട്ടോ ഹബിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇത് ചൈനയിൽ നിന്ന് ഗ്ലൗ വേറെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഹീറ്റിങ്ങിൻ്റെ കോയിൽ വർക്കാകുന്നില്ല ഈ സാധനം. അപ്പം ഇത് മാറ്റാൻ ഏകദേശം 1000 ദിർഹംസ് എടുത്ത് റേറ്റ്, മൊത്തം കിറ്റ് മാറ്റാൻ. അപ്പം ഞാൻ കണ്ടുപിടിച്ച ഐഡിയ എന്ന് വെച്ചാൽ ഈ സാധനം ഞാൻ ചൈനയിൽ നിന്ന് വാങ്ങിയതാണ്. ആകെ ഒരു 30 ദിർഹംസേ ഉള്ളൂ. ഇത് ആവശ്യമുള്ള സമയത്ത് ഇവിടെ ഇങ്ങനെ വെക്കും, എന്നിട്ട് ഇങ്ങനെ പറ്റിക്കും. പണിയാന്നല്ലോ, നീളത്തുന്നില്ലല്ലോ. ഇതിന് മുകളിൽ സാധനം ഇട്ടുകൊണ്ട് റബ്ബർ ബാൻഡ് ഇട്ടുണ്ട് മിക്കവാറും. ഇതിങ്ങനെ പറ്റിക്കും, 2 സൈഡും പറ്റിച്ചിട്ട് ഈ USB ഉണ്ടോ, ഈ USB എടുത്തിട്ട് ഇതിനോട് കണക്ട് ചെയ്യും. എന്നിട്ട് ചൂടാക്കും. ആവശ്യം കഴിഞ്ഞാൽ അയച്ചു വെക്കുകയും ചെയ്യും. കാരണം അല്ലാണ്ട് 1000 ദിർഹംസ് കൊടുത്ത് മാറ്റാൻ നടക്കില്ല, കാര്യം നടന്നാൽ പോരെ അല്ലേ. അപ്പോൾ അതുണ്ട്. പിന്നെ ഞാൻ വാങ്ങിയത് എന്താ, ഒരു ലോക്ക് വാങ്ങിയിട്ടുണ്ട്. ഇത് ലോക്ക് വാങ്ങിയിട്ടുണ്ട്. ഇത് ബാക്കിൽ എക്സ്ട്രാ ജെറിക്കാൻ കൊടുക്കേണ്ടതാണ്. ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തേ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. പിന്നെ
ചെറിയൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ ചെറിയ സാധനം നിങ്ങൾക്ക് മനസ്സിലായി എന്താ വരുന്നുണ്ടോ, ഇതെൻ്റെ ടയറിൻ്റെ കാറ്റ് നടക്കുന്ന നെക്കാണ്. ഇത് പൊട്ടിപ്പോയതിനാണ് ഇറാനിൽ വെച്ചിട്ട് ഞാൻ കുടുങ്ങി പണ്ടടങ്ങുന്നത് കേട്ടോ. പിന്നെന്താ വാങ്ങിയത്, ഇതൊരു സാധനം, ഇത് മൂത്രമൊഴിക്കുന്നതല്ല, സോറി, ഓയിലേക്കുന്നതാണ്, അതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതും ഒരു സാധനമാണ്. പക്ഷേ എങ്ങനെയാണ് ഇവിടെ ഈ ഒരു തടി കൂടുതലായതുകൊണ്ട് എങ്ങനെയാണ് ഇവിടെ പിടിക്കുകയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പൊട്ടുവോ അല്ല, പൊട്ടിയിട്ടില്ല. ഇങ്ങനെ നിങ്ങൾ പോകുമ്പോൾ കുറച്ച് ലോങ്ങാൽ പോകുമ്പില്ലേ, ഓക്കെ ലോങ് പോകുമ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചാൽ കൊണ്ട് പിന്നെ കേട്ടോ. ഇതിന് ക്രൂസ് കൺട്രോൾ ഉണ്ട്, എന്നാലും ഇതോടെ കിടക്കട്ടെ. പിന്നെ വാങ്ങിയത് ഓക്കെ, ഇതെന്താ സംഭവം അറിയാം എനിക്ക്, ഇത് അറിയില്ല. ഇപ്പം കാണിച്ചിട്ടോ. നല്ല ബ്ലാക്ക് കളറിലൊരു മുത്തുമണിയാണ്, നമ്പർ പ്ലേറ്റിന് മോളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്, കാരണം നല്ല രസമുണ്ട്. ഇങ്ങനെ വാങ്ങിയതാണ്. ഞാൻ ഒന്ന് ഇടൊട്ടിക്കട്ടെ, മുത്തിൻ്റെ ഈ സൈഡ് ഒട്ടിക്കട്ടെ, പിന്നെ ഒന്ന് ഈ സൈഡ് ഒട്ടിക്കട്ടെ. ഓക്കെ അമർത്തി കൊടുക്കുക. എന്നുണ്ട് സമം ക്രിഞ്ചാകുന്നുണ്ടോ ഞാൻ, പക്ഷേങ്കിൽ ഐ ആം സ്റ്റിൽ എ കിഡ്. അപ്പം ഇനി അടുത്തൊരു സാധനമുണ്ട്, കാണിച്ചു തരാം. ഇനി വാങ്ങിയ സാധനങ്ങൾ ഇത് ടൂൾ ബോക്സിൻ്റെ ആണ്. ഇത് പല സ്ഥലത്തും എനിക്ക് ഇനി ഉപകാരപ്പെടുന്ന മുതലാണ്, കുടുങ്ങിപ്പോയത് പല സ്ഥലത്തില്ലാണ്ട്. പിന്നെ എയർ ഫിൽറ്ററിൽ നിന്ന് വേണ്ടതാണ്. പിന്നെ ഇതൊക്കെ ടൂൾ ബോക്സിനുള്ളിലേക്കുള്ളതാണ്, ഒട്ടിക്കുന്ന സാധനങ്ങളാണ്. പിന്നെന്താ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ മെയിൻ സാധനം ഈ മാസ്ക് ഉണ്ടോ. ഇതിനാകെ നാട്ടിലത്തെ 150 രൂപ കൊടുത്തിട്ട് ഞാൻ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫുള്ള് കവറായി. ഇതുണ്ടോ, കവുത്തലടക്കം ഫുള്ളും ബാക്കും കവുത്തും എല്ലാം കവറായി. ഇത് നല്ലൊരു എടുക്കലുണ്ടോ. ഇതിന് 10 ഗ്രംസ് ഇതുള്ളൂ. ഇത് വാങ്ങിയിട്ടുണ്ട് ഞാൻ. തെമുവിൻ്റെ പരസ്യം ചെയ്യുന്നതല്ല കേട്ടോ, പക്ഷേങ്കിൽ ഭയങ്കര ചീപ്പാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അപ്പം ഞാനിപ്പോൾ തെമുന്ന് ഞാൻ ജെറി ക്യാൻ വാങ്ങി ഓർഡർ ചെയ്ത് വീട്ടിലെത്തി. അത് ബ്ലാക്ക് കളറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ തെമുവിനോട് പറയുന്നത് എനിക്ക് സാധനം വേണ്ട, റിട്ടേൺ ആയിക്കോ. അപ്പോൾ തെമു എന്താ ചെയ്യാന്നറിയോ, റിട്ടേൺ ആക്കണ്ട, നിങ്ങൾ കൈമേൽ വെച്ചോന്ന് അറിയും. എന്നിട്ട് പൈസ അവർ ഫുൾ റീഫണ്ട് അടിച്ചിട്ട്. ഒരു വെബ്സൈറ്റിലും ഇങ്ങനത്തെ ഒരു വലിയ സത്യാവസ്ഥ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ശരി, നമുക്കൊരു സാധനം വേണ്ടാന്ന് അവരോട് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് വേണ്ടാത്ത എന്നുപോലും അവർ ചോദിക്കില്ല. വേണ്ട, ഓക്കെ കലാസ്, എന്നിട്ട് അവരെന്തെങ്കിലും റീഫണ്ട് അടിച്ചിരും. അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ ഈ തെമുവിൻ്റെ സാധനം മേടിച്ചിട്ട് പൈസ കൊടുക്കാണ്ട് തട്ടിപ്പൊക്കെ നടത്തുന്നുണ്ട്. നമ്മളൊന്നും അങ്ങനെ ചെയ്യല്ലേ, നമ്മളൊക്കെ ഭയങ്കര ഡീസൻ്റ് ആണ്. ഏതായാലും നമ്മളെ ക്ലച്ച്, അപ്പോൾ നിങ്ങളുണ്ടോ ത്രെഡ് മൊത്തം പോയി. ഇനിയിപ്പം മെക്കാനിക്ക് വരണം. മെക്കാനിക്കല്ല, നമുക്ക് ഡ്രില്ല് ചെയ്യുന്ന സാധനം കിട്ടണം. ഡ്രില്ല് ചെയ്തിട്ട് സാധനം പുറത്തിറക്കണം കേട്ടോ. ഇനി നമ്മൾ മെക്കാനിക്കിനെ കൂട്ടാൻ പോകേണ്ട വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ. ബാക്കി എന്താ പറയുക, ഇതൊരു പണി തന്നെയാണ്, കുഴപ്പമില്ലാത്തൊരു പണിയാണ്. ഇതെങ്ങനെയുണ്ട്, ഫിറ്റാക്കിയിട്ട് എങ്ങനെയുണ്ട്? ഇവരൊക്കെ ഡോക്ടേഴ്സാണ്, പക്ഷെ പറഞ്ഞിട്ടെന്താ ഇപ്പം എൻ്റെ ഒപ്പം കൂടിയിട്ട് അങ്ങനെയാണ് അവസ്ഥ. നല്ല വെതർ കേട്ടോ. ഇത് ലാടയല്ല, ലാട കേട്ടോ. ആ ഒരു ഫ്രെയിം ഉണ്ടെങ്കിൽ ഇന്ന് കളർഫുൾ അല്ലേ, സൂപ്പർ അല്ലേ. നമ്മളിപ്പോൾ ഒരു ഷോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഷോപ്പ്. ഓക്കെ, അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ വണ്ടി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആൾ വരും. പക്ഷേങ്കിൽ അവർക്ക് സംശയം, ഡ്രില്ല് ചെയ്താലും ക്ലച്ച് കിട്ടാൻ പ്രശ്നം വരുന്നു. ഒന്നാമത് ക്ലച്ചിൻ്റെ ഓയിൽ ഡ്രെയിനൊക്കെ നേരെ ഒടുങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതൽ. നമ്മൾ ബ്രേക്കിൻ്റെ അതേ സിസ്റ്റം ക്ലച്ചിനുള്ളത്. കാരണം എൻ്റെ വണ്ടിയുടെ ക്ലച്ച് കേബിളല്ല. കേബിളൊക്കെ ആണെങ്കിൽ പണിയില്ല, പക്ഷേ ഹൈഡ്രോളിക് ആയതുകൊണ്ട് തന്നെ നമുക്കത് കിട്ടണമെന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ ടോയ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചു. ഇവിടെ ഒരു അടുത്താണ്, 4-5 കിലോമീറ്റർ വീട്ടിലേക്കിടോ, 5 കിലോമീറ്റർ വീട്ടിലേക്കുള്ളൂ. അപ്പം നമ്മളതിന് ടോയ് ആയിട്ട് കൊണ്ടുവരാനുള്ള പ്ലാനുള്ളത്. ടോയ് ചെയ്യാൻ ഏകദേശം ഒരു 100 ദിറംസാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, റിസ്ക് എടുക്കണല്ലോ. പിന്നെ നേരെ ഫ്രണ്ടിൽ തന്നെ ടയറിൻ്റെ ഷോപ്പുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അഴിച്ചിട്ട് അവിടെ കൊണ്ടുകൊടുത്താൽ ടയറിന് ഫിറ്റ് ആക്കാൻ പറ്റും. 40 മിനിറ്റ്സ് കൊണ്ട് വണ്ടി ടോയിങ് വണ്ടി നമ്മളിവിടെ എത്തും കേട്ടോ. ഇവരാണ് ഈ അർമേനിയയിൽ ഞാൻ കണ്ടെടുത്തോളം സൂപ്പർ ബൈക്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ. ഇവരെ പ്രൊഫൈൽ ഒരുപാട് വണ്ടികൾ സർവീസിനായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഇതന്നെ ഇപ്പം BMW K1200 ആണ്. ഓക്കെ, ഇതാണ് ഷോപ്പ്. എന്താ പറഞ്ഞേ? 1 മണിക്കൂറിൽ നമ്മുടെ വീട്ടിലോട്ട് വരും. കൺഫേം? അവിടെ നിന്ന് നമ്മളത് ബൈക്ക് എടുത്ത് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ തീരുമാനാക്കടാ. ഓക്കെ, നല്ല ക്ലൈമറ്റ് ഉണ്ടോ, നല്ല അടിപൊളി ക്ലൈമറ്റാണ്.
എടാ ഇതാണ് റിക്കവറി വണ്ടി. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇനിയിപ്പം ശരിക്കും പറഞ്ഞാൽ കാറിൽ നിന്ന് വീടെടുക്കാൻ മറന്നു കേട്ടോ. നല്ല സ്വിച്ച് വന്നുകൊണ്ട് ഇനി ഏതായാലും റിക്കവറി വണ്ടി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, റിക്കവറി വണ്ടി വന്ന് നമ്മൾ ഈ റോപ്പിലേക്ക് ഒരു റിവേഴ്സ് കയറട്ടെ കയറ്റത്. ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം വണ്ടി കയറ്റുന്ന ടെൻഷനായിപ്പോയി സ്ക്രാച്ച് നാളെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ ടൈ ചെയ്യുന്നുണ്ട്. ഇതാണോ ഓരോ കൺട്രിയിലും നമുക്ക് ഇതിന് കേട്ടോ പണി. റിക്കവറി കാണുമ്പോൾ എനിക്ക് ഇറാക്കാന്ന് ഓർമ്മ വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ വർക്ക്ഷോപ്പിലാണ് പോണത്. എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്യാണ് കയറ്റിയത്. എടാ പിടിച്ചോ, വണ്ടി പിടിച്ചോ, അല്ല ഇങ്ങോട്ടേക്ക് വരും. വണ്ടി പിടിച്ചോ അങ്ങോട്ട് മതി പറടാ. ആണോ അടിപൊളി. അല്ല അതിപ്പം മക്കൾക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ അച്ഛനമ്മമാർക്കാണല്ലോ ടെൻഷൻ. അതുപോലെ എൻ്റെ അവസ്ഥ, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്കാണല്ലോ ടെൻഷൻ. ഓക്കെ ഇവിടുത്തെ ആൾക്കാരുടെ പ്രത്യേകത എന്ന് അറിയോ, ഓപ്പണായിട്ട് തന്നെ ജോർജിയനെ കമ്പയർ ചെയ്യും ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലി കേട്ടോ. കമ്പയർ ചെയ്യാൻ പാടില്ല, പക്ഷെ എന്നാലും കമ്പയർ ചെയ്തേ പറ്റും. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ നമുക്കിനി നേരെ വിടാം. ഞാൻ ഇവനെപ്പം ഈ വണ്ടിയിൽ വരുന്നത്. സ്റ്റീവ് ഏതായാലും മറ്റേതിൽ വരട്ടെ. കുഞ്ഞ് ചന്തിയായതുകൊണ്ടേ അങ്ങനെ പോകാൻ പറ്റും കേട്ടോ, ഗ്യാപ്പിലെ കൂടെയൊക്കെ. ഓ എന്നോട് പാട്ടൊക്കെ ഉണ്ടല്ലോ, പഴയ സ്റ്റീരിയോ. ഇങ്ങനൊക്കെ സംഭവം എൻ്റെ വണ്ടി റിക്കവറി വേണം ഈ സീറ്റൊക്കെ കണ്ടിട്ട് ശീലമായല്ലേ. എനിക്ക് അതിനും മേലെ ശീലമായി കേട്ടോ. ഓ കത്തിയൊക്കെ ഉണ്ടല്ലോ, അടിപൊളി കത്തിയുള്ളത്. വാവ് നോക്കിയേ, അടിപൊളി കത്തി കേട്ടോ. എന്തെങ്കിലും നല്ല മൂർച്ചയുണ്ട്. ഇതെന്താ മൂർച്ചയൊന്നും ഇല്ലത്. ഈഗിളിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്, പക്ഷെ മൂർച്ചയില്ല കേട്ടോ. ഇങ്ങനെ മടക്കുക. ആയിവാ സൂപ്പർ. ഇത് അടിപൊളി കത്തിയാട്ടോ. ഓക്കെ നിങ്ങൾ ഒരു രക്ഷയില്ലാത്ത കത്തിയാണ്, ഞാൻ കാണിച്ചിട്ടെ. ഓപ്പൺ. വാവ് എടാ ഇത് എവിടുന്ന് വാങ്ങി വെച്ച? ഇത് ഞാൻ വാങ്ങാൻ കുറേ കളിക്കുന്നത്. എത്ര ഏട് വാങ്ങി വെച്ചത്? ഇത് ഓനോട് വെച്ചാൽ എനിക്ക് ഗിഫ്റ്റ് തരാൻ താല്പര്യം ഉണ്ടോന്ന്. ഗിഫ്റ്റ് കൊടുക്കൂല, അതെനിക്ക് മനസ്സിലായിട്ടോ. ദിവന്റെ ക്ലാസ് കേട്ടോ, എൻ്റെതല്ലേ. അപ്പം നമ്മൾ ലെറ്റ്സ് ഗോ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 കത്തിയുള്ള വണ്ടിയിലാണ് ഞാൻ പോണത്. വണ്ടി സേഫാണ്. ഇപ്പം എനിക്ക് ശീലമായി. ആദ്യമല്ല ഞാൻ വണ്ടി ഇങ്ങനെ ബേക്കിൽ കയറ്റുമ്പോൾ ഇങ്ങനെ പേടിയാണ്, വീണോ വന്ന്. ഇപ്പം 4ാമത്തെ പ്രാവശ്യം കണ്ട് കയറ്റുന്നു ഈ ട്രിപ്പിൽ. ഇറാഖിൽ തന്നെ 2 അപ്പോൾ പിന്നെ ദുബായിൽ 1 ദുബായിൽ ഒരു തവണ കയറ്റി 3, ഇതൊന്ന് 4 തവണ എൻ്റെ വണ്ടി റിക്കവറി എടുത്തിട്ടോ. പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല, സാധാ വണ്ടിക്കാണ് നമുക്ക് അയക്കാറോ, ഇത് വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ. ഓക്കെ, പുള്ളി എനിക്ക് സിഗരറ്റ് തന്നിട്ടുണ്ട്. അയ്യവാ സ്മോക്കിംഗ് കിൽ യു വിൽ ഡൈ. പക്ഷെ ഇവര് മരിക്കൂല കേട്ടോ, കാരണം ഇവരുടെ നാട്ടിൽ കിട്ടുന്ന നല്ല നല്ല സാധനങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. ഞാൻ ഉപയോഗിച്ച എക്സ്പീരിയൻസ് അല്ല, ഓരോ രാജ്യങ്ങളിൽ പോയി കണ്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസും അവരുടെ ശരീരവും അവരുടെ ആരോഗ്യവും കണ്ട എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. നമ്മുടെ നാട്ടിൽ കഞ്ചാവാണെങ്കിലും അല്ലെങ്കിൽ മയക്കുമരുന്നാണെങ്കിലും ഈ പറഞ്ഞ വിൽക്കുന്ന സാധനങ്ങളാണെങ്കിലും ഇതൊക്കെ പക്ക ലോക്കൽ ക്വാളിറ്റി വരുന്നത്. മനസ്സിലായോ? നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ നല്ല ഫ്രഷ് ആപ്പിൾ മേടിക്കൂലേ, ആ ഫ്രഷ് ആപ്പിളാണ് ഇവിടുത്തെ ആൾക്കാർ കിട്ടുന്നത്, അല്ല യൂറോപ്പിലെ ആൾക്കാർ കിട്ടുന്നത്. US-ലും കാനഡയിലും അല്ല ആംസ്റ്റർഡാമിലും എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾ അവിടെ വാങ്ങുന്ന സാധനങ്ങളൊക്കെ നല്ല ഫ്രഷ് നല്ല സാധനം കിട്ടും. നേരെ പക്ഷേ നാട്ടിലെത്തുമ്പം അതേ ആപ്പിൾ മെഴുകലും പുരട്ടി ഉള്ളിൽ കെമിക്കലൊക്കെ അടിച്ചിട്ട് വിഷാംശമായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫ് അടിച്ചു പോണത്. അതല്ലാതെ ഒരിക്കലും ചില മരങ്ങളിൽ നിന്ന് വരുന്ന ഇലകൾ വലിക്കുന്നതിലൂടെ മനുഷ്യന്മാർ മരിക്കുന്നതായിട്ട് എവിടെയും എഴുതി വെച്ചിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളിൽ അത് ലീഗലാണ്. ഞാൻ തന്നെ ആംസ്റ്റർഡാമിൽ പോയിട്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിരുന്നു. നിയമപരമായിട്ട് ലീഗലാണ്, കാരണം ഗവൺമെൻറ്റിന് അത് വലിയ കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെത്തുമ്പോൾ നിങ്ങൾക്ക് വിഷമടങ്ങിയ പദാർത്ഥങ്ങളാണ് ലഭിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഇത്ര വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നത് കേട്ടോ. സോ വലിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വലിക്കാതിരിക്കുക, ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് അവിടെ അനുവദനീയമായ രാജ്യത്ത് പോയിട്ട് അവിടുന്ന് വലിക്കുക, അപ്പം നല്ല സാധനം കിട്ടും. ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലാണ്. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു, ഇപ്പം നല്ല വെയിലാണ്. ആൾക്കാരുടെയൊക്കെ റിയാക്ഷൻ കാണുന്നെങ്കിൽ നോക്കിയാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ ഇത് പുറത്തെടുത്തിറങ്ങുന്ന നിങ്ങളുടെ റിയാക്ഷൻ റിയാക്ഷൻ കീ ചെയ്. നിങ്ങളത്തെ ഒരു ലോഡ് പൈസ ഉണ്ടെന്ന് പറഞ്ഞു. ഫുൾ വിസ, ഓൾ വേൾഡ് വിസ.
ഇവന് വരുന്നേക്കില്ലേ ഡെലിവറി പോകുന്ന ഇന്ത്യക്കാരനോട് പറയും എൻ്റെ വണ്ടി എൻ്റെ നാടിൻ്റെ ഫ്ലാഗ് ചെയ്ത വെഹിക്കിൽ നോക്കിയത് ആൾ വന്നിട്ടില്ലടാ. ഇവരാൾക്കാർ സൂപ്പർ ആട്ടോ. ഇവർ ആദ്യം പറഞ്ഞറിയോ ഈ 2 സാധനങ്ങൾ മാറ്റാൻ എനിക്ക് 2 ദിവസം ടൈം വേണം, നീ ചൊവ്വാഴ്ച വന്നിട്ട് വണ്ടി എടുത്തു. ഞാൻ പറഞ്ഞു അതൊന്നും പറ്റൂല, എനിക്ക് നാളെ പോകേണ്ടത് ബിസിയാണെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അതെ കോമഡി തന്നെ ഭയങ്കര തമാശയായിട്ട് ഇവർ പറയാ പുറത്തിലെ ആൾക്കാർക്കെല്ലാം വെൽക്കം, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ വാന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഭയങ്കര ഫ്രണ്ട്ലി ആൾക്കാരാണ്. എന്താ പറയുന്നത്? ഇവൻ ഇവിടുത്തെ ലാംഗ്വേജ് പറയുന്നുണ്ടോ? ഓക്കെ. അങ്ങനെ 3ാമത് ആൾ വന്നിട്ടുണ്ട്. ഈ സാധനം ത്രെഡ് പോയത് കേട്ടോ, പ്രശ്നം കണ്ടെങ്കിൽ ഇത് പോയതാണ് കുഴപ്പം. ഒരു പണിയെടുക്കുന്നുണ്ട്. ഇതെനിക്ക് ഹോണ്ട എന്നാണ്, ദുബായിലെ ഹോണ്ട എന്നാണ്. ഹോണ്ടൻ്റെ .4 ബ്രേക്ക് ഫ്ലൂയിഡ് ഇടണം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ബ്രേക്കിനും ക്ലച്ചിനും ഉപയോഗിക്കുന്നത്. ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ മുന്നേ എനിക്ക് കമ്പനി കളയട്ടോ ടെങ് 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 ടെങ്. നിങ്ങൾ ഇവനിക്കൊരു പേരിട്ടെ, നമുക്ക് നിങ്ങൾക്ക് പേര് വിളിക്കാലോ. ഞാനിങ്ങനെ റൈഡ് പോകുമ്പോൾ എന്താ പറയുക, ഇവൻ എൻ്റെ ബാക്കിൽ നോക്കിയിട്ട് ആൾക്കാരുടെ ദേഷ്യം പിടിച്ചിട്ട് ഒരാളും കൂടി ഉണ്ട് കേട്ടോ. രണ്ടാളും ബാക്കോട്ടോ നോക്കുന്നത്, ഞാൻ മാത്രം ഫ്രണ്ടിലേക്ക് നോക്കുന്നത്. അതാണ് രസം. മാസ്റ്റർ വന്നിട്ടാ തിരിച്ചിട്ടെ. ഞാനിവിടെ നേരത്തെ പറഞ്ഞു. അപ്പൊ ഇതെന്താ പണിയാ പോരെ? വാ ഒരു വന്നിട്ടാ. I say only doctor mechanic can do this. ഡോക്ടേഴ്സിന് മാത്രം ഇത് പറ്റുന്നുണ്ട്. ഇവർ പറയുന്നത് അതിനകത്ത് ഊരി എടുത്തിട്ടുണ്ട്. ഓയിൽ ഫുള്ള് ഡ്രൈ ആണ്, ഒന്നുമില്ല. തോട് പറ്റിയ വരണ്ട പോലെ കേട്ടോ, വേനൽക്കാലം പോലെ പോയി. ഇനിയിപ്പോൾ അതവർ മാറ്റണം കേട്ടോ. അതിൽ ഒരു വണ്ടിക്ക് 1, 2, 3 പണിക്കാർ 2 ആൾ നോക്കിക്കാനും. Actually, in France, it is number 1 in Peace Motoring. I have friends in France. I will ask them. ഇവർ ആക്ച്വലി ഇതാണ് ഇവർ എഞ്ചിൻ ഓയിൽ ഒഴിക്കുന്നത് എൻ്റെ വണ്ടിക്ക്. ഇത് ഇപ്പോൾ എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഇവർ പറഞ്ഞ ഫ്രാൻസാന്ന് പറഞ്ഞത് 40 സ്ട്രോക്ക് 4 സ്ട്രോക്കാണ്. പിന്നെ ഫുള്ളി സിന്തറ്റിക് കേട്ടോ, 100% ആണ്. റേറ്റും കുറവാണ്. ഞാൻ മോട്ടിലേക്കാണല്ലോ, പക്ഷേ ഇവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞിട്ട് ഓക്കെ ഇവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഇവർ പറഞ്ഞിട്ട്. അപ്പോൾ ഏതായാലും ഒഴിക്കട്ടെ വെച്ച് ഓക്കെ. വണ്ടീൻ്റെ പണി കഴിഞ്ഞു, മൊത്തം കഴിഞ്ഞിട്ടില്ല. ക്ലച്ച് ശരിയാക്കി, അതുപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്ത് ഇനി ഫ്രണ്ട് ബ്രേക്കിൻ്റെ സാധനം മാറ്റണം. അത് ഇവരെന്താണെന്ന് വെച്ചാൽ ഇവർ ഭയങ്കര മെല്ലെയാണ് പണിയെടുക്കുന്നത്. പക്ഷേ നല്ല പണിയാട്ടോ, നല്ല അടിപൊളിയായിട്ട് പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി ഇപ്പോൾ റൈഡിങ് കണ്ടീഷൻ ആയിട്ടുണ്ട്, ഏഴ് വെച്ചിട്ടുണ്ട്. ഇനി തിങ്കളാഴ്ച തിരിച്ചു വരണം. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്, ഞായറാഴ്ച നീ ഡ്രൈവ് ചെയ്യാണ്, വീക്കെൻഡല്ല കണ്ടെന്ന് വെച്ചിട്ട്. തിങ്കളാഴ്ച തിരിച്ചു വരും. തിങ്കളാഴ്ച തിരിച്ചു വന്നിട്ട് പിന്നെ ഇവിടെ ടയറും മാറ്റുമ്പോൾ ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ കവറേജ് ഫുള്ള് സർവീസ് ആന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബുധനാഴ്ച വ്യാഴാഴ്ച കാണാൻ ജോർജിയിൽ കിടക്കട്ടോ. എൻ്റെ മുതലാളി എത്തിയിട്ടുണ്ട് ബില്ല് കൊടുക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞു. എൻ്റെ സ്പോൺസറാണ് ഗായ്സ്, എൻ്റെ അർമേനിയയിലെ എൻ്റെ സ്പോൺസറാണ് ഗായ്സ്, മൈ ബോസ്. ഏതായാലും ഓയിലിൻ്റെ പൈസ ഇല്ലടാ, മോട്ടറിലേക്കും 9,000 പറഞ്ഞ് ഇവിടെ 3,500 അതവിടെ തീർന്നിട്ട് ലാഭമായില്ല. ഏതായാലും വെരി പുവർ പീപ്പിൾ, ഏരിയ ബനിയൻ. ഇവർ പറയാ നമ്മളെല്ലാം സംസാരിക്കുക, അവരെന്താ പറയാൻ അറിയോ, നമ്മളെന്തോ ദേഷ്യം പിടിച്ച് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ല, ഇത് നമ്മുടെ സ്റ്റൈൽ ഇങ്ങനെയാണ്, സംസാരിക്കുന്ന രീതി ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ 2 ആഴ്ചത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ വണ്ടി റൈഡ് ചെയ്യാൻ പോവുകയാണ്. ആ പുളിപ്പ് മാറിയിട്ടില്ല കേട്ടോ. 4 കൊല്ലം ഓടിക്കുന്നു, പക്ഷേങ്കിൽ ഇപ്പോഴും നമുക്ക് ആ പുളിപ്പ് പറയില്ല. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 4 കൊല്ലമായാലും നമുക്ക് ആഗ്രഹം മാറുന്നില്ല എന്ന് പറയുന്നത് ചില ഭർത്താക്കന്മാർ. അതാണ് ഇപ്പം എനിക്ക്. ദാറ്റ്സ് മൈ വൈഫ്. ഐ ആം ഗോണ എഫ് യു നൗ. പിന്നെ കഴിഞ്ഞ കുറേ വീഡിയോ ശ്രദ്ധിച്ചപ്പം ഈ ക്യാമറ ഇങ്ങനെ വന്നിട്ട് കേട്ടോ. അത് എന്താ പറയുക, ഞാൻ ഇരിക്കുന്ന പൊസിഷൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഇനി അങ്ങോട്ടേക്ക് ഞാൻ ക്യാമറ ഇപ്പം ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെയാണ് ഞാൻ പൊസിഷൻ പിടിക്കില്ല. ഇങ്ങനെ പിടിക്കുമ്പോൾ എനിക്ക് വലത്തോട് കാണുന്നില്ല, അടുത്തോട് ക്രോപ്പ് ആയിട്ടില്ല. അങ്ങനെ അവിടുന്ന് ഞാൻ ഇറങ്ങിയിട്ട് നേരെ പോയത് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചിട്ടാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ പാക്ക് ചെയ്യാനൊക്കെ ഉണ്ടായത്. നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ജോർജിയയിലേക്ക് പോകുന്നത്. ജോർജിയയിൽ പോകുന്നതിന് മുന്നേയായിട്ട് നമുക്കിവിടെ ഒരു ആരാക്കത്ത് എന്ന് പറഞ്ഞൊരു മൗണ്ടെയിൻ കൂടി പോകാനുണ്ട്. ഈ ആരാക്കത്ത് മൗണ്ടെയിനിലെ കാഴ്ചകളാണ് നമ്മൾ അടുത്ത വീഡിയോ കാണാൻ പോകുന്നത്. ശരിക്കും നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ട് ഇവൻ എന്താ റോഡും അതുപോലെ തന്നെ വർക്ക്ഷോപ്പും മാത്രം കാണിക്കുന്നത്, ടൂറിസ്റ്റ് ലൊക്കേഷൻസ് ഒന്നും കാണിക്കുന്നില്ല എന്നുള്ളത്. ഞാൻ ഇപ്പോഴും പറയുന്നു, എൻ്റെ യാത്രകളിൽ ഞാൻ എന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടി മാത്രം ഒരു സ്ഥലത്ത് പോകുക എന്നുള്ളത് എനിക്ക് പറ്റുന്നൊരു കേസല്ല. അപ്പം ഒരു യാത്രികൻ ഒരു ബൈക്ക് എടുത്ത് ഓരോ രാജ്യങ്ങളിൽ കിടക്കുമ്പോൾ ആ ഒരു
ഫേസ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളും, ഒരുപക്ഷെ വണ്ടി കംപ്ലൈൻ്റ് ആവും, അല്ലെങ്കിൽ വണ്ടി ടയർ പൊട്ടും, അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലേക്ക് പോകേണ്ടി വരും. ഇതൊക്കെയാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കണം, സപ്പോർട്ട് ചെയ്യണം. നാളെ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ അർമേനിയയിലെ അരാക്കത്ത് മൗണ്ടൈനിലെ കാഴ്ചകൾ കേട്ടോ. താങ്ക് യു. അടിപൊളി വീഡിയോസ് വരാണ്ട് അടുത്ത എപ്പിസോഡ് കാണാം.